അടിയന്തര പ്രമേയ നോട്ടീസിന്മേൽ ബി.ജെ.പി. അംഗത്തിന് സംസാരിക്കാൻ അവസരം നൽകിയ സ്പീക്കറുടെ നടപടി വിവാദത്തിൽ. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിന് പിന്നാലെ പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ട് പ്രസംഗം പൂർത്തിയാകും മുൻപെയാണ് ബി.ജെ.പി. അംഗം ബി ഗോപകുമാറിനെ സ്പീക്കർ സംസാരിക്കാൻ അനുവദിച്ചത്. പുതിയ അംഗം എന്ന പരിഗണനയിൽ അനുവദിച്ചതാണ് എന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിശദീകരിച്ചു. അത്ര ഉദാര മനസ്കത വേണ്ടെന്നായിരുന്നു പിണറായി വിജയന്റെ പ്രതികരണം. 16ാം കേരള നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവതരണാനുമതി നിഷേധിച്ചതിനു പിന്നാലെയായിരുന്നു അസാധാരണ സംഭവം. പ്രതിപക്ഷം വാക്കൌട്ട് പ്രസംഗം പൂർത്തിയാക്കുന്നതിനിടെയായിരുന്നു ബി.ജെ.പി. അംഗം ബി ഗോപകുമാറിനെ സ്പീക്കർ പ്രസംഗിക്കാൻ അനുവദിച്ചത്. പിണറായി വിജയനും കെ.എൻ. ബാലഗോപാലും സംസാരിച്ചതിന് തൊട്ടു പിന്നാലെ ബി ഗോപകുമാർ സംസാരിക്കാൻ ശ്രമിച്ചു. എന്നാൽ അംഗത്തിന് നിയമസഭാ നടപടികൾ അറിയാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ഇടപെട്ട കെ രാജൻ തുടർന്ന് സംസാരിച്ചു. എന്നാൽ അതിനു പിന്നാലെ ഗോപകുമാറിനെ സ്പീക്കർ സംസാരിക്കാൻ അനുവദിക്കുകയായിരുന്നു. ട്രംപിന്റെ മുന്നിലല്ല, ഏത് ലോകരാഷ്ട്ര തലവന്റെ മുന്നിലും ഭാരതത്തിന്റെ നിലപാട് പറയാൻ കരുത്തുള്ള പ്രധാനമന്ത്രിയാണ് ഭാരതത്തിന് ഉള്ളത്. രണ്ട് ഗവൺമെന്റും തുടർച്ചയായി ഈ സംസ്ഥാനം ഭരിച്ച നമ്മളൊരു സാവകാശം കാണിക്കൂ, ഒരു സാവകാശം കാണിക്കൂ. മെയ്ഡൻ സ്പീച്ച് അല്ലേ, അത് ലിമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, തീർന്നുകൊണ്ടിരിക്കുക. നമുക്കത് വേഗം തീർക്കാം. പി.കെ. പ്രവീൺ എം.എൽ.എ. വാക്കൌട്ട് പ്രസംഗം നടത്തുന്നതിന് മുൻപാണ് ബി.ജെ.പി. എം.എൽ.എക്ക് പ്രസംഗിക്കാൻ അനുമതി നൽകിയത്. ഇതോടെ പ്രതിഷേധവുമായി പ്രതിപക്ഷ എം.എൽ.എമാർ എഴുന്നേറ്റു. വാക്കൌട്ട് പ്രസംഗം കഴിഞ്ഞതിന് ശേഷമാണ് എം.എൽ.എക്ക് പ്രസംഗത്തിന് അനുമതി നൽകേണ്ടത്. സ്പീക്കറുടെ നടപടി സഭയുടെ ചട്ടങ്ങളുടെ വ്യതിയാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സഭയുടെ പ്രവർത്തന പാരമ്പര്യവും ചട്ടങ്ങളും ഒക്കെ അങ്ങക്ക് നല്ലതുപോലെ അറിയാവുന്നതാണല്ലോ. അതിൽ നിന്നുള്ള വ്യതിയാനമായി പോയത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഉദാരമനസ്കത വേണ്ടേ? നമുക്കൊരു ഉദാരമനസ്കതയോടുകൂടിയൊക്കെ നമ്മൾ ഇപ്പോഴേ അങ്ങനെ ശത്രുപക്ഷത്തോട്ട് പോകണ്ട. സഭയിൽ ആദ്യമായി വന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നിർത്തുന്നത് ശരിയല്ലെന്നതുകൊണ്ടാണ് അവസരം നൽകിയതെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ. പുതിയ മെമ്പറാണ് അദ്ദേഹം, ഇതൊക്കെ പരിചയപ്പെട്ടു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹം തുടങ്ങിയ ഒരു പ്രസംഗത്തിൻ്റെ ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിയെന്നൊരു ആക്ഷേപം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അതൊരു എക്സെപ്ഷണൽ കേസായിട്ട് ശ്രീ ഗോപൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ. ഇല്ലില്ല, പ്രസിഡന്റ് അല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിശദീകരണം കൂടി പറഞ്ഞത്. അത്ര ഉദാരത വേണ്ട എന്ന് പിണറായി വിജയൻ. നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കപ്പെടണം. വാക്കൌട്ട് പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഈ അംഗത്തിന് സമയം കൊടുക്കണമെങ്കിൽ അങ്ങയുടെ ഡിസ്ക്രിപ്ഷൻ പവർ അനുസരിച്ച് ചെയ്യാമായിരുന്നു. അതല്ല അങ്ങ് ചെയ്തത്. പുതിയ മെമ്പർക്ക് ചട്ടങ്ങളുടെ ലംഘനം വരുത്തിക്കൊണ്ട് അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതൊരു പ്രസിഡന്റ് അല്ലെന്ന് ഞാൻ തന്നെ പറഞ്ഞു. സഭാതലത്തിൽ ബി.ജെ.പിയോട് സർക്കാരിന് മൃദു സമീപനം എന്ന വിമർശനം CPIM ഉയർത്തിയാകും CPIMന്റെ തുടർ പ്രചാരണം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.